രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച യുവതിയുടെ പീഡന പരാതിയിലും നിർബന്ധിത ഗർഭചിത്ര കേസിലും കൂടുതൽ നിയമക്കുരുക്കുകൾ മുറുകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒന്നാം പ്രതിയായ ഈ കേസിൽ ഗൂഢാലോചനയിലും കുറ്റകൃത്യത്തിന് ഒത്താശ ചെയ്തതിലും പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന രണ്ടാം പ്രതിയും പത്തനംതിട്ട കോന്നി അറ്റച്ചാൽ സ്വദേശിയുമായ ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി വീണ്ടും നീട്ടിവെച്ചു. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ഇത് മൂന്നാം തവണയാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് മാറ്റിവെക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കേസ് ഡയറിയും ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും വ്യക്തമാക്കുന്ന കൃത്യമായ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കാത്തതാണ് നടപടിക്രമങ്ങൾ വൈകാൻ ഇടയാക്കുന്നത്. നിലവിൽ കോടതി ക്രിസ്മസ് അവധിയിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ ജനുവരി 1-ന് ജാമ്യാപേക്ഷയിൽ വീണ്ടും വാദം കേൾക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപട്ടികയിലുള്ള ഉന്നതരുടെ സ്വാധീനം അന്വേഷണത്തെ ബാധിക്കുന്നുണ്ടോ എന്ന സംശയം ഇതിനോടകം തന്നെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വാദങ്ങൾ അതീവ ഗൗരവകരമാണ്. പീഡനത്തിനിരയായ യുവതി ഗർഭിണിയായ വിവരം അറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയയാക്കാൻ പദ്ധതിയിടുകയും ഇതിനായി മരുന്നുകൾ എത്തിക്കാൻ ജോബി ജോസഫിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഗർഭചിത്രത്തിനുള്ള ഗുളികകൾ യുവതിക്ക് എത്തിച്ചു നൽകിയത് ജോബിയാണെന്നും യുവതി അത് കൃത്യമായി കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആ സമയം ജോബി അവിടെ നേരിട്ട് സന്നിഹിതനായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു. കുറ്റകൃത്യത്തിൽ ജോബിക്കുള്ള നേരിട്ടുള്ള പങ്കാളിത്തമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അതിനാൽ പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ അട്ടിമറിക്കുമെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരൂ എന്ന നിലപാടിലാണ് പോലീസ്. എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും ജോബി ജോസഫ് നിഷേധിക്കുകയാണ്. താൻ കേവലം ഒരു സഹായം മാത്രമാണ് പ്രവർത്തിച്ചതെന്നും കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നുമാണ് പ്രതിഭാഗം അഭിഭാഷകൻ മുഖേന കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിശദീകരണം. യുവതി ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവിൽ നിന്ന് ഗുളിക വാങ്ങി നൽകുക മാത്രമാണ് താൻ ചെയ്തത്. ആ ഗുളിക എന്തിനുള്ളതാണെന്നോ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നോ തനിക്ക് അറിയില്ലായിരുന്നു. യുവതി തന്നെ ലൊക്കേഷൻ അയച്ചു തന്നതനുസരിച്ചാണ് മരുന്ന് എത്തിച്ചത്. ഇതിന് തെളിവായി യുവതിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ലൊക്കേഷൻ വിവരങ്ങളും പ്രതി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. തന്നെ കരുവാക്കുമായിരുന്നുവെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്നുമാണ് ജോബിയുടെ വാദം. ഈ കേസ് കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി ഉൾപ്പെട്ട പീഡന കേസ് എന്ന നിലയിൽ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. യുവതിയുടെ മൊഴിയിൽ ഗൗരവകരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്ന് തന്നെയാണ് സൂചനയും. പീഡനത്തിന് ശേഷം തന്നെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയുമാണ് ഗർഭചിത്രം നടത്തിയത് എന്ന് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. ഈ പ്രക്രിയയിൽ ജോബി ജോസഫിന്റെ സാന്നിധ്യം തനിക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയതായും യുവതി വെളിപ്പെടുത്തിയിരുന്നു. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ പോലീസ് വൈകുന്നത് കോടതിയെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത തവണ കേസ് പരിശോധിക്കുമ്പോൾ കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന സൂചനയും കോടതി നൽകിയിട്ടുണ്ട്. പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളതിനാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് യുവതിയുടെ അഭിഭാഷകനും കോടതിയെ ബോധിപ്പിച്ചു. ജോബി ജോസഫിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി സ്വീകരിക്കുന്ന തീരുമാനം ഈ കേസിലെ മറ്റു പ്രതികളുടെയും നിയമപരമായ നീക്കങ്ങളെ സ്വാധീനിക്കും. ജനുവരി 1-ന് കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ പോലീസ് സമർപ്പിക്കുന്ന റിപ്പോർട്ടിലായിരിക്കും എല്ലാവരുടെയും കണ്ണ്.